ന്യൂസ് റൂം ലൈവ് മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്തെ കെഎസ്ആർടിസിയുടെ പ്രതിസന്ധി തുടർച്ചയായി വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട്. നിലവിലെ ശമ്പള പ്രതിസന്ധിക്ക് ഒരു പരിഹാരം എന്ന നിലയിലാണ് ശമ്പളം ഗഡുക്കളായി നൽകുക എന്ന ഒരു തീരുമാനത്തിലേക്ക് CMD ബിജു പ്രഭാകർ എത്തിയത്. അതിനെതിരെ ഈ സംഘടനകൾ, പ്രത്യേകിച്ച് തൊഴിലാളി സംഘടനകൾ വലിയ പ്രതിഷേധമാണ് നടത്തുന്നത്. എന്നാൽ ഈ ഒരു നീക്കവുമായി മുന്നോട്ട് പോവുക എന്ന നിലയിലാണ് ഇപ്പോൾ മാനേജ്മെന്റിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് 65% ശമ്പളം തുടക്കത്തിൽ നൽകുക, ബാക്കി ശമ്പളം എന്നത് സർക്കാരിൽ നിന്നുള്ള സഹായം കൂടി ലഭിച്ചാൽ, അതായത് KSRTC വാഹനം ഓടിക്കുന്നതിലൂടെ എല്ലാ മാസവും KSRTCക്ക് ഒരു കളക്ഷൻ ലഭിക്കുന്നുണ്ട്. ആ തുക ഉപയോഗിച്ചുകൊണ്ട് ആദ്യഗഡു നൽകുക, ബാക്കി ശേഷിക്കുന്ന തുക സർക്കാർ സഹായം കൊണ്ട് നൽകുക എന്ന ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നന്ദകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നന്ദൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് സർക്കാർ അനുകൂല തൊഴിലാളി സംഘടനകൾ CITU ഉൾപ്പെടെ ഈ തീരുമാനത്തിന് എതിരെ രംഗത്തു വരുന്നു. ഗതാഗത മന്ത്രിക്കെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നു, ഉട്ടോപ്യൻ പരിഷ്കാരമെന്ന് ആക്ഷേപിക്കുന്നു. പക്ഷേ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ മാനേജ്മെന്റിന്റെ തീരുമാനം? തീർച്ചയായും അഭിലാഷ്, പ്രത്യേകിച്ച് KSRTCയെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റിന്റെ ഒരു തീരുമാനം, പ്രത്യേകിച്ച് ശമ്പളം ഗഡുക്കളായി നൽകുമെന്നൊരു തീരുമാനമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ മാനേജ്മെന്റ് തീരുമാനം. കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി ആന്റണി രാജു പോലും ഈ ഒരു വിഷയം ഇപ്പോൾ അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ ശമ്പളം ആദ്യ മാസം തന്നെ ഇത്തരത്തിൽ നൽകി തുടങ്ങുക, ഗഡുക്കളായി ആദ്യ മാസം കുറച്ച് ശമ്പളം, അതിനുശേഷം പിന്നെ ബാക്കി ശമ്പളം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ KSRTC ഉദ്ദേശിക്കുന്നത്. വലിയ തോതിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ KSRTC നേരിടുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ KSRTC മുന്നോട്ട് വെക്കുന്നത്. ആദ്യ 5-ാം തീയതി ആകുമ്പോൾ 65% ശമ്പളം ആദ്യം നൽകുക, അത് KSRTCയുടെ വരുമാനത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ഓവർ ഡ്രാഫ്റ്റും എടുത്താണ് ഈ ഒരു തുക നൽകുക. അതിനുശേഷം സർക്കാർ ധനസഹായം ലഭിച്ച ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ ഈ ഒരു ശമ്പള വിതരണം പൂർത്തിയാക്കുക എന്ന തരത്തിൽ തന്നെയായിരിക്കും ഇപ്പോൾ KSRTC മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ജീവനക്കാർ ഒന്നടങ്കം തന്നെ ഒരുമിച്ച് പ്രതിഷേധത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. 3 അംഗീകൃത ട്രേഡ് യൂണിയനുകളും ഇപ്പോൾ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാന ഉടനീളം ആ സമരം നടത്താൻ തന്നെയാണ് TDF-ഉം BMS-ഉം അതോടൊപ്പം തന്നെ CITU-ന്റെയും ഒരു തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം കൊല്ലത്തടക്കം CMD ബിജു പ്രഭാകരന്റെ കോലമടക്കം കത്തിക്കുന്ന രീതിയിലേക്ക് പോയിരുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് പോസ്റ്ററുകൾ പതിപ്പിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോയിരുന്നു. അതുകൊണ്ട് തന്നെ CITU ഇനി വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. 28-ാം തീയതി ഈ ചീഫ് ഓഫീസിന് മുന്നിൽ സമരത്തിലിരിക്കാൻ തന്നെയാണ് ഇപ്പോൾ CITU-ന്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് മുഖ്യമന്ത്രിക്ക് ഏകദേശം 1000 കത്തുകൾ നൽകാനും CITU ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ശമ്പള പ്രതിസന്ധിയിൽ ജീവനക്കാർ ഒന്നടങ്കം കഷ്ടപ്പെടുന്നു എന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം കൃത്യമായ രീതിയിൽ മുഖ്യമന്ത്രി അറിയിക്കുക, അതിനായിട്ട് 1000 കത്തുകൾ മുഖ്യമന്ത്രിക്ക് അയക്കുക എന്നീ കാര്യങ്ങളാണ് ഇപ്പോൾ CITU പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഇടത് അനുകൂല സംഘടനകൾ ഉൾപ്പെടെ വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് സാഹചര്യം. അപ്പോഴും മാനേജ്മെന്റ് തീരുമാനം ആദ്യ ഗഡുക്കളായി 65% ശമ്പളം നൽകുക, അതിനുശേഷം സർക്കാർ സഹായം ലഭിച്ചതിനു ശേഷം മാത്രം ശമ്പളം നൽകിയാൽ മതി എന്ന് തന്നെയാണ് തീരുമാനം. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു യോഗമുണ്ടായിരുന്നു. KSRTC ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തോതിൽ ഒരു ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമായിരുന്നു. പക്ഷേ അതുപോലും നടപ്പാക്കാൻ ഇപ്പോൾ സർക്കാരിന് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 5-ാം തീയതിക്ക് മുമ്പ് ശമ്പളം സർക്കാർ സഹായം നൽകുമെന്നായിരുന്നു ആ ഒരു ഉറപ്പ്. പക്ഷേ അത് പാലിക്കാൻ ഇപ്പോഴും ധനവകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ മാസവും 10-ാം തീയതിക്ക് ശേഷം മാത്രമാണ് ധനവകുപ്പ് ഈ KSRTCയുടെ ഫണ്ടിലേക്ക് ഇപ്പോൾ തുക വകയിരുത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം ഒരു വിഷയം നിലനിൽക്കുകയാണ് മാനേജ്മെന്റ് ഇപ്പോൾ കടുത്ത ഒരു അസാധാരണ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. തീർച്ചയായും നന്ദൻ സൂചിപ്പിച്ചതുപോലെ തൊഴിലാളി സംഘടനകൾ വലിയ പ്രതിഷേധത്തിലാണ്. സർക്കാർ അനുകൂല സംഘടനകൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് തൊഴിലാളി സംഘടനകളുടെ ലക്ഷ്യമെന്ന് പറയുമ്പോഴും നമുക്കറിയാം, ഇത്തരം തീരുമാനങ്ങൾ ഗതാഗത മന്ത്രി ആന്റണി രാജു ഏകപക്ഷീയമായി എടുക്കുന്നതോ മാനേജ്മെന്റ് ഏകപക്ഷീയമായി എടുക്കുന്നതോ ആയി നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. മാത്രവുമല്ല, ഈ കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ പോലും കാര്യമായൊന്നും KSRTCക്ക് മാറ്റിവെച്ചു എന്നും കണക്കാക്കാനാവില്ല. അതായത് KSRTCയിൽ നിന്നുള്ള വരുമാനം KSRTCയിലെ ജീവനക്കാർക്ക് എന്ന ഒരു പോളിസിയിലേക്കാണ് സർക്കാർ പോകുന്നത്. അപ്പോൾ ഇത്തരം പ്രതിഷേധങ്ങൾ കാര്യമായ ഫലമുണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കാനാകുമോ? ഈ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നതുകൊണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അറിയാതെ ഒന്ന് നടക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ തൊഴിലാളി സംഘടനകൾ പ്രതികരിച്ചാൽ പോലും
ഇപ്പോൾ തൊഴിലാളി സംഘടനാ നേതാവ് MG രാഹുൽ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാഹുൽ, നേരത്തെ തന്നെ തൊഴിലാളി സംഘടനകൾ ഈ സമ്പ്രദായത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന ഇൻപുട്ടുകൾ അനുസരിച്ച് 65% ശമ്പളം ആദ്യം നൽകും എന്നുള്ളതാണ്. അത് സ്വീകാര്യമാണോ? ഞങ്ങളെന്തിനാ ജോലി ചെയ്തിട്ട് ഈ അരശമ്പളത്തിനും പകുതി ശമ്പളത്തിനും ഒക്കെ നിൽക്കേണ്ട കാര്യമുണ്ട്? അങ്ങനെ അരശമ്പളം എന്നുള്ളതല്ലോ. അതായത് ഒരു മാസം പൂർണ്ണമായും ശമ്പളം നൽകും, പക്ഷെ പ്രതിസന്ധി പരിഹരിക്കുന്നത് വരെ തുടക്കത്തിൽ 65% നൽകുന്നു, പിന്നീട് ബാക്കി തുക നൽകുന്നു എന്നുള്ളതല്ലേ? അതായത് ശമ്പളം നഷ്ടമാകുന്നില്ലല്ലോ, ലഭിക്കേണ്ട സമയത്തിലല്ലേ മാറ്റം വരുന്നത്? അല്ല, അത് ഈ ഏറ്റവും മികച്ച വരുമാനം ഇപ്പൊ KSRTCക്ക് ലഭിക്കുന്നുണ്ട്. KSRTCക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് പൂർണ്ണമായി ശമ്പളം കൊടുക്കാനുള്ള പണമുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ്, ഏറ്റവും അവസാനം പുറപ്പെടുവിപ്പിച്ച ശമ്പളവുമായി ബന്ധപ്പെട്ട ഉത്തരവിലും വരുമാനത്തിൽ നിന്ന് പ്രതിമാസ വരുമാനത്തിൽ നിന്ന് പ്രഥമ പരിഗണന ശമ്പളത്തിന് കൊടുക്കണം, അത് കഴിഞ്ഞ് ബാക്കിയുള്ള ചിലവുകൾ മീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. KSRTCയുടെ മാനേജ്മെന്റ് കോടതി ഉത്തരവിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് പ്രഥമ പരിഗണന മറ്റു പല കാര്യങ്ങൾക്കും അനാവശ്യമായ ധൂർത്തിനും പർച്ചേസിനും ഉൾപ്പെടെ ചെലവഴിക്കുന്നു. മനുഷ്യാധ്വാനത്തിന് വില കൽപ്പിക്കുന്നില്ല. അതിന് സർക്കാർ പണം തന്നാൽ മാത്രം കൊടുക്കാം. ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാതിരുന്നാൽ തൊഴിലാളി സംഘടനകളുടെ സമ്മർദ്ദം ഉണ്ടാവും, തൊഴിലാളികളുടെ സമ്മർദ്ദം ഉണ്ടാവും. അത് സർക്കാരിനെ സാമൂഹ്യമായി ബാധിക്കും. മാധ്യമങ്ങൾ വിഷയം ചർച്ച ചെയ്യും. അപ്പൊ സർക്കാർ കൂടുതൽ പണം തരും. അതുവഴി തൊഴിലാളിക്ക് കൊടുക്കാം. അതല്ലാതെ ആദ്യം കിട്ടുന്ന പണം എടുത്ത് തൊഴിലാളിക്ക് കൊടുത്താൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ പണം തരില്ല എന്നുള്ളതിന്റെ ഏറ്റവും അതിനെ കൈകാര്യം ചെയ്യാൻ മാനേജ്മെന്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന സംവിധാനം. ഇത് 90 കോടി രൂപ ഡീസലിന് പോയി കഴിഞ്ഞാൽ 200 കോടി രൂപ അല്ലെങ്കിൽ 220 കോടി രൂപ വരുമാനമുള്ള ഒരു സ്ഥാപനത്തിൽ 80 കോടി രൂപ ശമ്പളം കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടല്ല എന്ന വസ്തുതയെങ്കിലും നിങ്ങളൊക്കെ ഇത് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കണം, എന്നിട്ട് വേണം അത് ചർച്ച ചെയ്യാൻ. റൈറ്റ്. തീർച്ചയായും രാഹുൽ, താങ്കൾ സൂചിപ്പിച്ച പോലെ ഏതാണ്ട് 180 കോടിക്ക് മുകളിൽ ഇപ്പോൾ KSRTയെ സംബന്ധിച്ചിടത്തോളം മാസ വരുമാനമുണ്ട്. ആദ്യം തന്നെ താങ്കൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ഡീസലിന് ഇത്ര കോടി രൂപ എന്നുള്ളത്. പക്ഷേ ഈ മാനേജ്മെന്റും KSRTCയും ഒക്കെ ഒരു പ്രതിസന്ധി നേരിടുന്നു എന്നത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകേണ്ടതുണ്ട്. അതിന് ഘട്ടം ഘട്ടമായുള്ള ചില നിർദ്ദേശങ്ങൾ, ചില ഫോർമുലകളൊക്കെയല്ലേ മുന്നോട്ട് വെക്കുന്നത് എന്ന അർത്ഥത്തിൽ മാത്രമാണ് ഇത് ചർച്ച ചെയ്യുന്നത്. അതല്ല, KSRTC പൊതുഗതാഗത രംഗം എന്ന നിലയിൽ KSRTC മാത്രമല്ല, ലോകത്തിലെ പൊതുഗതാഗത രംഗം പൂർണ്ണമായി പ്രതിസന്ധി നേരിടുകയാണ്. അത് സ്വകാര്യ ബസ് വ്യവസായം ഉൾപ്പെടെ 22,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്ന കേരളം, പെർമിറ്റ് എടുത്ത കേരളത്തിൽ ഇന്ന് അത് 9,000, 10,000-നകത്ത് പ്രൈവറ്റ് ബസ്സായി കുറഞ്ഞത് എന്തുകൊണ്ടാണ്? ആ മേഖല ലാഭകരമായതുകൊണ്ടല്ല, ക്രൈസിസ് നേരിടുന്നത് കൊണ്ട് തന്നെയാണ്. പൊതുഗതാഗത രംഗം മൊത്തത്തിൽ ക്രൈസിസ് അതേ നിലയിൽ തന്നെ നേരിടുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അതിന്റെ പരമാവധി വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുന്നത് ഇന്ത്യയിൽ KSRTCയാണ്, കേരളത്തിലെ RTCയാണ്. കേരളത്തിലെ RTCയേക്കാൾ മെച്ചപ്പെട്ട ബാംഗ്ലൂർ RTC പോലും നിങ്ങൾക്ക് ഇപ്പോ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ അടിച്ചു നോക്കാം അവിടെ ഓടുന്ന സർവീസ് എത്ര, വരുമാനം എത്ര. രാജ്യത്തെ ഏത് RTC ആണെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ അടിച്ചു നോക്കാൻ പറ്റും. താങ്കൾ പറഞ്ഞ കാര്യത്തിലൊന്നും സംശയമില്ല ശ്രീ MG രാഹുൽ. അല്ലെങ്കിൽ KSRTCയിലെ ജീവനക്കാർ അധ്വാനിക്കുന്നില്ല എന്നോ അവർ വേണ്ടത്ര കളക്ഷൻ നേടുന്നില്ല എന്നുള്ളത് ഒന്നുമല്ല. ദയവായി തുടരുക. ഞാൻ താങ്കളിലേക്ക് വരാം. NK ഹരിദാസ്, പ്രോപ്പർ ചാനലിന്റെ പ്രതിനിധി, ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഹരിദാസ്, ഒരു ഭാഗത്ത് തൊഴിലാളികൾ ചോദിക്കുന്നത് അവർ ജോലി ചെയ്യുന്നു, അവർ KSRTCക്ക് ആവശ്യമായ വരുമാനം ആ ജോലിയിലൂടെ കണ്ടെത്തുകയും ചെയ്യുന്നു. നിലവിലെ കളക്ഷൻ അനുസരിച്ച് ശമ്പളം നൽകുവാനുള്ള തുക ഓരോ മാസവും KSRTCക്ക് ലഭിക്കുന്നുമുണ്ട്. മുമ്പുണ്ടായിട്ടുള്ള ബാധ്യതകൾ, അത്തരത്തിൽ നേരിട്ട പ്രതിസന്ധികൾ, അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തൊഴിലാളികളെ കഷ്ടപ്പെടുത്തണോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗഡുക്കളായി ശമ്പളം നൽകുക എന്നതുൾപ്പെടെയുള്ള ഫോർമുലകളെ തൊഴിലാളികൾ തള്ളിക്കളയുകയാണ്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? തള്ളിക്കളയണം, തീർച്ചയായിട്ടും തള്ളിക്കളയണം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്താ വെച്ചാൽ ഇന്നലെ ശ്രീ രാഹുലും ഞാനും കൂടി ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ CITU പ്രതിനിധി ഉണ്ടായിരുന്നു. അപ്പൊ ഈ KSRTCയിലെ അംഗീകൃത യൂണിയനുകൾ 3 എണ്ണമാണ്. ബാക്കി 16 യൂണിയനുകളെ കൂടി ഈ KSRTC വഹിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ദുർബലമായ സാമ്പത്തിക സ്ഥിതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം 16 അംഗീകൃതമല്ലാത്ത യൂണിയനെയും 3 അംഗീകൃത യൂണിയനെയും ഈ 3 അംഗീകൃത യൂണിയനുകൾ പോലും ഇത്തരം കാര്യങ്ങളിൽ ഒരു ഏകോപന സ്വഭാവത്തോടു കൂടിയല്ല സംസാരിക്കുന്നത്. കാരണം CITU സംസ്ഥാന സർക്കാരിനെയും സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളെയും ന്യായീകരിക്കുമ്പോൾ ഇപ്പൊ ശ്രീ രാഹുലിനെ പോലുള്ളവരെ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ സാധിക്കുന്നില്ല.
ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പത്തെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം, നമുക്ക് ഉദാഹരണം FACT എടുക്കുക. FACTയിൽ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള യൂറിയും ഫാക്ടം ഫോസും ഒക്കെ കെട്ടിക്കിടക്കുകയാണ്. കെട്ടിക്കിടക്കുന്നത് അവിടുത്തെ തൊഴിലാളികളോട് പറയുകയാണ്, നിങ്ങൾ ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് ഇത് വിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശമ്പളം തരാൻ സാധിക്കുള്ളൂ. FACT നഷ്ടത്തിലാണെന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കേരളത്തിലെ സ്ഥിതി എന്തായിരിക്കും? ഏറ്റവും മുന്നിട്ടിറങ്ങുക CITU അല്ലേ ഇറങ്ങുക. CITU ഇറങ്ങിയിട്ട് എന്തൊക്കെ വിപ്ലവം സൃഷ്ടിക്കും? അപ്പൊ എന്തുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള നമ്മൾ പറയില്ലേ ഉട്ടോപ്യൻ ഭരണ സമ്പ്രദായങ്ങൾ KSRTCയിൽ അടിച്ചേൽപ്പിക്കുന്ന മാനേജ്മെന്റിനെതിരെ സർക്കാരിനെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി ഒന്നുകിൽ ഈ KSRTC ഇപ്പോഴത്തെ മാനേജ്മെന്റിനെ മാറ്റണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രിയെ മാറ്റണം. ഇത് രണ്ടും ചെയ്യാതെ KSRTC ഒരിക്കലും രക്ഷപ്പെട്ടില്ല. ശ്രീ രാഹുലെ 6 മാസം മുമ്പ് എന്നോട് ഒരു ചർച്ചയിൽ എന്റെ കൂടെ ഇരുന്നിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് എന്ന് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നോ അന്ന് മുതൽ KSRTCയുടെ തലപ്പത്ത് കൊണ്ടിരുത്തിയിട്ടുള്ള എല്ലാ MDമാരും CEO-മാരും അത് വലതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെയാണ് കൊണ്ടിരുത്തിയിട്ടുള്ളതാണെന്ന് പറയുന്നത്. ഞാനും അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് വലതുപക്ഷ ചിന്താഗതിയുള്ള ഒരു CEOയെ അല്ലെങ്കിൽ MDയെ എന്തിനാണ് ഈ KSRTCയുടെ തലപ്പത്ത് കൊണ്ട് സ്ഥാപിക്കുന്നത്? ഒരു കാര്യം പറയാം, ഇത് തീർച്ചയായിട്ടും അപലപനീയവും കേട്ടുകേൾവിയും ഇല്ലാത്ത കാര്യമാണ്. കേരളത്തിലെ വ്യാവസായിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന 42 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 27 നഷ്ടത്തിലോടുമ്പോൾ അവിടുത്തെ ശമ്പളം കൃത്യമായി കൊടുക്കാം. 5.5 ലക്ഷം തൊഴിലാളികളുള്ള സംസ്ഥാന സർക്കാരിന്റെ വിപുലമായ ഒരു ജീവനക്കാർക്കെല്ലാം ചീഫ് സെക്രട്ടറി മുതൽ പിയൂൺ വരെയുള്ളവർക്ക് കൃത്യമായി ശമ്പളം നൽകാം. ഈ KSRTC എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജനങ്ങൾ നേരിട്ടിട്ട് സേവനം എത്തിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനമാണ് KSRTC. ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും അത്യാവശ്യമായ ഒരു പ്രസ്ഥാനമാണ് KSRTC. അത്തരത്തിലൊരു KSRTCക്ക് സാമ്പത്തിക ധനസഹായം നൽകുന്നതിന് ഈ സർക്കാർ കാണിക്കുന്ന വിമുഖതയും ഇത്തരത്തിൽ ഗഡുക്കളായി ശമ്പളം നൽകാനുള്ള തീരുമാനവും അതുപോലെ തന്നെ നിങ്ങൾ കളക്ഷൻ കൊണ്ടുവരുന്ന റൂട്ടുകളിലുള്ള ജീവനക്കാർക്ക് മുൻകൂർ ശമ്പളം തരാം, ബാക്കിയുള്ളവർ ശമ്പളം കൈപ്പറ്റണ്ട എന്നുള്ള ഉട്ടോപ്യൻ ഭരണ സമ്പ്രദായത്തിലുള്ള ഇത്തരം പ്രഖ്യാപനങ്ങളും KSRTCയെ നശിപ്പിക്കുകയല്ലാതെ അതിന് ഒരു ഉത്തേജനവും നൽകില്ല എന്നാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ അഭിപ്രായം. ഇപ്പോൾ ശ്രീ സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, CITU അടക്കം ഈ കാര്യത്തിൽ ഗൗരവമായി ഇടപെട്ട് സർക്കാരിന് കാര്യങ്ങൾ ധരിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത ചിലർ അഭിപ്രായപ്പെടുന്നത്. ഹരിദാസ്, സന്തോഷിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. താങ്കൾ പറയുന്നത് ശരിയാണ്. സ്വാഭാവികമായും തൊഴിൽ ചെയ്യുന്നവന് കൂലി ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ ഒരു പ്രതിസന്ധി നേരിടുന്നു KSRTC എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണല്ലോ. ഇപ്പോൾ അദ്ദേഹവും ടെലിഫോൺ ലൈനിൽ ഇല്ല. KSRTCയിൽ കടുത്ത പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിൽ ആയിരുന്നു ഗഡുക്കളായി ശമ്പളം നൽകുക എന്ന ഒരു തീരുമാനത്തിലേക്ക് KSRTCയുടെ മാനേജ്മെന്റ് എത്തിയത്. CMD ബിജു പ്രഭാകറാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചത്. എന്നാൽ തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെ വലിയ വിമർശനവും എതിർപ്പുമാണ് ഈ പദ്ധതിയോട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് സർക്കാർ. പ്രത്യേകിച്ച് 65% ശമ്പളം ആദ്യം നൽകുക, പിന്നീട് സർക്കാർ സഹായം ലഭിച്ച ശേഷം നൽകുക എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്ന് അറിയാൻ സാധിക്കുന്നു. ന്യൂസ് റൂം ലൈവ് തുടരും ഇടവേളയ്ക്ക് ശേഷം.